കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് BC 6-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ വന്നിട്ടുള്ള പ്രധാന മാറ്റങ്ങളെക്കുറിച്ചിട്ടായിരുന്നു. ഇന്ത്യയിൽ പുതിയ ആശയങ്ങൾ രൂപം കൊണ്ടത് പ്രധാനമായും ഗംഗാതടത്തിൽ വെച്ചിട്ടായിരുന്നു. ഈ നവീന ആശയങ്ങളുടെ വളർച്ചയിൽ ഗംഗാതടത്തിലെ ഭൗതിക സാഹചര്യങ്ങൾ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്. ഗംഗാതടത്തിലെ ഭൗതിക സാഹചര്യം രൂപപ്പെടുത്തിയ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഇരുമ്പുപകരണങ്ങളുടെ വ്യാപകമായ ഉപയോഗം, കാർഷികോൽപാദന വർധനവ്, കച്ചവടം, നഗരങ്ങൾ എന്നിവയുടെ വളർച്ച. കൂടാതെ ഒരു സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥ ഗംഗാതടത്തിൽ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അതാണ് കൃഷിയെയും കന്നുകാലികളെയും ആശ്രയിച്ചിട്ടുള്ളത്. കൂടാതെ ഇക്കാലത്ത് വർണ്ണവ്യവസ്ഥയ്ക്ക് പുറത്തു നിന്ന് ചില വിഭാഗങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അവരെയാണ് എന്തെന്ന് പറയുന്നത്? ധനാഢ്യരായ ഗഹപതികൾ എന്ന് പറയുന്നത്. ഈ സാമൂഹ്യ പശ്ചാത്തലത്തിലാണ് പുതിയ ആശയധാരകൾ രൂപം കൊണ്ടിട്ടുണ്ടായിരുന്നത്. ഇത്തരം ആശയധാരകൾ പ്രധാനപ്പെട്ടവയാണ് ജൈന ബുദ്ധമത ദർശനങ്ങൾ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ജൈന ബുദ്ധമത ദർശനങ്ങളെ കുറിച്ചിട്ടാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് BC 6-ാം നൂറ്റാണ്ടിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു ദർശനമാണ് ജൈനമതം എന്ന് പറയുന്നത്. വർത്തമാന മഹാവീരൻ ബീഹാറിലെ വൈശാലിക്ക് സമീപമുള്ള കുന്തല ഗ്രാമത്തിലാണ് ജനിച്ചത്. ജൈനമത വിശ്വാസപ്രകാരം 24-ാമത്തെ തീർത്ഥാങ്കരനാണ് വർത്തമാന മഹാവീരൻ. ഇനി തീർത്ഥാങ്കരന്മാർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. സന്യാസത്തിലൂടെ ജ്ഞാനം നേടിയവൻ എന്നാണ് തീർത്ഥാങ്കരൻ എന്ന വാക്കിനർത്ഥം. ജൈനമത വിശ്വാസപ്രകാരം 24 തീർത്ഥാങ്കരന്മാരുണ്ട്. അതിൽ ഋഷഭദേവനാണ് 1-ാമത്തെ തീർത്ഥാങ്കരൻ. 23-ാമത്തെ തീർത്ഥാങ്കരൻ പാർശ്വനാഥൻ ആയിരുന്നു. വർത്തമാന മഹാവീരൻ 24-ാമത്തെയും അവസാനത്തെയും തീർത്ഥാങ്കരനാണ്. പാർശ്വനാഥൻ്റെ ആശയങ്ങളോട് തൻ്റെ തത്വങ്ങൾ കൂട്ടിച്ചേർത്താണ് മഹാവീരൻ ജൈനമത ആശയങ്ങൾ പ്രചരിപ്പിച്ചിട്ടുള്ളത്. ഇനി വർത്തമാന മഹാവീരൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് വൈശാലിയിൽ ജനനം, മഹാവീരൻ എന്നും ജിനൻ എന്നും അറിയപ്പെട്ടു. പാവ അഥവാ പാറ്റ്നയ്ക്ക് സമീപം എന്ന സ്ഥലത്ത് വെച്ചാണ് അദ്ദേഹത്തിന് നിർവ്വാണം പ്രാപിച്ചത്. നിർവ്വാണം എന്ന് പറഞ്ഞാൽ ജനന മരണ ചക്രത്തിൽ നിന്നുള്ള മോചനം അഥവാ പരിപൂർണ ശാന്തി എന്നതാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് എന്തെന്ന് പറയുന്നത്. പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് വർത്തമാന മഹാവീരൻ ജനിച്ചത് ബീഹാറിലെ വൈശാലിക്ക് സമീപമുള്ള കുന്തല ഗ്രാമത്തിലാണ്. ജൈനമത വിശ്വാസപ്രകാരം എത്രാമത്തെ തീർത്ഥാങ്കരനാണ് വർത്തമാന മഹാവീരൻ? 24-ാമത്തെ തീർത്ഥാങ്കരനാണ് വർത്തമാന മഹാവീരൻ. ഇനി തീർത്ഥാങ്കരൻ എന്ന വാക്കിനർത്ഥം സന്യാസത്തിലൂടെ ജ്ഞാനം നേടിയവൻ എന്നാണ്. ജൈനമത വിശ്വാസപ്രകാരം തീർത്ഥാങ്കരന്മാരുടെ എണ്ണം 24. 1-ാമത്തെ തീർത്ഥാങ്കരൻ ഋഷഭദേവൻ, 23-ാമത്തെ തീർത്ഥാങ്കരൻ പാർശ്വനാഥൻ, 24-ാമത്തെ അവസാനത്തെയും തീർത്ഥാങ്കരനാണ് വർത്തമാന മഹാവീരൻ. ജൈനമതത്തിലെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ലോകത്തിലെ എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട്, ജീവനുള്ള ഒന്നിനെയും ഉപദ്രവിക്കരുത്, ജന്മവും പുനർജന്മവും നിശ്ചയിക്കപ്പെടുന്നത് കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. കൂടാതെ വേദങ്ങളുടെ ആധികാരികതയെ തള്ളിപ്പറഞ്ഞ മഹാവീരൻ മോക്ഷപ്രാപ്തിക്കായി മുന്നോട്ട് വെച്ച 3 തത്വങ്ങളാണ് ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി എന്ന് പറയുന്നത്. മഹാവീരൻ മുന്നോട്ട് വെച്ച ഈ 3 തത്വങ്ങൾ അറിയപ്പെടുന്നത് ത്രിരത്നങ്ങൾ എന്ന പേരിലാണ്. എന്താണ് ത്രിരത്നങ്ങൾ? ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി. മഹാവീരൻ തൻ്റെ ആശയങ്ങൾ ജനങ്ങളുമായി പങ്കുവച്ച ഭാഷ പ്രാകൃത് ഭാഷയായിരുന്നു. ജൈനമതപ്രകാരം സന്യാസിമാരും സന്യാസികളും അനുഷ്ഠിക്കേണ്ടിയിരുന്ന 5 വ്രതങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്നിനെയും കൊല്ലരുത്, മോഷ്ടിക്കരുത്, കള്ളം പറയരുത്, ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക, സ്വത്ത് കൈവശം വയ്ക്കാതിരിക്കുക. പിൽക്കാലത്ത് രൂപം കൊണ്ട ജൈനമതത്തിലെ 2 വിഭാഗങ്ങളാണ് ശ്വേതാംബരന്മാരും ദിഗംബരന്മാരും. ഇന്ത്യൻ തത്വചിന്തയെ സ്വാധീനിച്ച ജൈനമതം ഊന്നൽ നൽകിയ തത്വം അഹിംസയാണ്. ഇനി കേരളവും ജൈനമതവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ പ്രചരിച്ച ജൈനമതം കേരളത്തിലും പ്രചാരത്തിലുണ്ടായിരുന്നു. കേരളത്തിലെ പ്രധാനപ്പെട്ട ജൈനമത കേന്ദ്രം വയനാടാണ്. ജൈനമത ശേഷിപ്പുകളായ ക്ഷേത്രങ്ങൾ ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബുദ്ധമതത്തെയും ബുദ്ധമതത്തിലെ പ്രധാന ഘടകങ്ങളെക്കുറിച്ച് പഠിക്കാം.